ഹായ് ഫ്രണ്ട്സ്, ഒരു മലനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൽപ്പറ്റ ഫ്ലവർ ഷോയിലാണ്. ഫ്ലവർ ഷോ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, നമുക്ക് പോകാൻ പറ്റിയില്ല. വർക്കും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആണ് പോകുന്നത്. രാത്രിയാണ് അവിടെ കാണാൻ രസം. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ രാത്രിയാണ് അവിടെ കാണാൻ രസം. അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം കുഞ്ഞോളെ. അപ്പം നീ ഞങ്ങൾ പോയിട്ട് ബാക്കി അവിടുന്ന് കാണാം. ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് അവിടെ ഭയങ്കര തിരക്കാണ്. ക്യൂ ഒക്കെ ഇതാക്കണേ കൂടി വരുന്നുണ്ട്. അപ്പോൾ വാവേട്ടനതാക്കണ ക്യൂവിൽ നിൽക്കണ്. അപ്പോൾ വാവേട്ടൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് അതിൻ്റെ കവാടാണിത്. വാവേട്ടന് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. എൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് ഉള്ളിലേക്ക് പോയി നോക്കാം. മാർച്ച് 27 വരെ നീട്ടിയിരിക്കുന്നു. ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ആഘോഷ നിമിഷങ്ങൾ പുനർജനിക്കുന്ന പുഷ്പോത്സവ നഗരിയിലെ വേദിയിൽ വൈകുന്നേരം 6 മുതൽ വിവിധ കലാപരിപാടികൾ. മീനില്ല, മാർച്ച് എല്ലാ പ്രാവശ്യം മീനുണ്ടാകുന്നുണ്ടല്ലേ? 25 ഫ്ലവേഴ്സിൻ്റെ ഏരിയയാണ്. നമ്മൾ വരാൻ വഴുകിപ്പോയില്ലേ? വരാൻ വഴുകിപ്പോയി. കരിഞ്ഞു തുടങ്ങി തുടങ്ങി. നല്ല ഭംഗിയില്ല സംഗീതത്തിന്റെയും മറുമണം പരത്തുന്ന പൂക്കളുടെയും പുഷ്പോത്സവ നഗരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഥലം. ജംഗ്ഷനിൽ നടക്കുന്ന വയനാട് പുഷ്പോത്സവം 2022 മാർച്ച് 27 വരെ നീട്ടിയിരിക്കുന്നു. സെറ്റ് ചെയ്തതാണ് അതിൻ്റെ രസം ആണല്ലേ? ഗാർഡൻ സെറ്റ് ചെയ്യണേ സെക്ഷനാണല്ലേ? കടലാസ് പൂവിൻ്റെ സെക്ഷനല്ലേ? ഇതിനെന്താ പറയല്ലോ? അതിന് വേറെന്തോ പേരല്ലേ പറയാ? അതിനെന്തോ ഏത് കറക്റ്റ് അറിയില്ല. റോസുകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ വരാൻ വഴുകിപ്പോയില്ല. താഴത്തെ റോസുകളൊക്കെ നോക്കി ഒക്കെ വിരിഞ്ഞ് വാടി തുടങ്ങിയില്ലേ? ആനേനൊക്കെ ആരോ ദ്രോഹം ചെയ്തിരുന്നു, ഒക്കെ വലിച്ചു പിച്ച് ചെയ്തിരുന്നു. ആന ചെരിയാൻ തുടങ്ങി. ഞങ്ങളുടെ പുള്ളിപ്പുലി അടി പുള്ളിപ്പുലിയാണ്. പുള്ളിപ്പുലി മെരിഞ്ഞു. അത് ഇവിടുത്തെ ആർട്ട് ചെയ്യുന്നല്ലേ? ഒരു മയിലുണ്ട് അതിൻ്റെ മുകളിൽ. ഒരു മയില് ഇതായൊരു പുള്ളിപ്പുലി. സിംഹത്തിന്റെ കാല് കൊടിഞ്ഞതാ അവിടെ കിടക്കുന്നത്. ഇതെന്താ സാധനമായിട്ട്? അത് മാനാന്ന് തോന്നുന്നു. മാനിനൊക്കെ തലയും ഇതൊക്കെ വേർതിരിക്കും. ഒക്കെ കഴിയാൻ അത് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതാ ഒരു മാന അവിടെ. അതാ കണ്ടോ മാന്? സിംഹത്തിന്റെ കാല് കൊടിഞ്ഞുണ്ട്. സിംഹത്തിന്റെ കാല് കൊടിഞ്ഞു കിടക്കുന്നു.
കരടിയോ? കരടിയല്ലേ? കരടി തന്നെയാണ്. പോപ്കോണാണോ? മേടിച്ചോ? ചോക്ലേറ്റ് ചീസ് ടൊമാറ്റോ ചീസ് ചില്ലി 4 ഫ്ലേവറാണ്. ചോക്ലേറ്റ് ചീസ് ചില്ലി ചീസ് ടൊമാറ്റോ ചില്ലി ഏതാ വേണ്ടത്? 4 ഫ്ലേവർ ഉണ്ട്. ഏതാ വേണ്ടത്? എത്രയാണ് വില? ചീസ് ഉണ്ട്, ചീസ് ചില്ലി ഉണ്ട്, എരിവുള്ളത്, എരിവില്ലാത്തത്, മധുരമുള്ളത്, മധുരം പുളിയുള്ള ടൊമാറ്റോ. ഏത് വേണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ. മുട്ടായിൻ്റെ സെക്ഷനാണ് ഇത്. നമ്മൾ പഴയ കാലം മുട്ടായി, പഴയ കാലം മുട്ടായി എല്ലാവരും കഴിച്ചിട്ടുള്ള മുട്ടായാണ്. നമുക്കിഷ്ടമുള്ള ഏതാ ചോദിച്ചോ? ഇത് മേടിച്ചോ? അതെ അതെ, ഏത് വേണേ മേടിച്ചോ. ജോഗർ മേടിച്ചോ? ജോഗർ ഇഷ്ടം. തലവേദന കഴുത്തുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ആണോ? നീ ആ കയ്യിലേത് അവൻ്റെ കൊടുക്കണം. ഇവിടെ 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 കണ്ടിട്ട് പോകാറുണ്ട്. ഇങ്ങനെ ചൂടാക്കി രണ്ട് പേരുടെ കൈ കൂടെ 2 പേരുടെ ചൂടാക്കിയോ? അങ്ങനെ എന്നിട്ടിങ്ങനെ മണന്നേ. മതി മതി, 2 പേരും മണത്തു. പൂക്കടപ്പിന് ഏറ്റവും നല്ല സാധനം ഈ തലവേദന, പൂക്കടപ്പ്, ജലദോഷം, മുട്ടുകാൽ വേദന, നടുവേദന, കഴുത്തുവേദന, ഊക്കച്ചതവ് താരനുണ്ടോ? 3 ദിവസം കൊണ്ട് മാറ്റി തരാം. മുടി കഴിച്ചു നിൽക്കും താരം ഗ്യാരണ്ടി പടക്കാം. ഇത്രയും പച്ചമരുന്ന് നേരത്തുണ്ടാക്കിയ സഭ പ്യുവർ നാച്ചുറലാണ്. 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഒരെണ്ണം 80 രൂപ. ഒരാൾ മാത്രം ഉപയോഗിച്ച് 6 മാസത്തോളം ഉപയോഗിക്കാം. സൈഡ് എഫക്റ്റ് ഇല്ല. കടയിൽ പോയിട്ട് ഫേഷ്യൽ ഇതാക്കുന്നത് അതെ മൊത്തം ഇതുപോലെ അപ്ലൈ ചെയ്യാം. ഒരു മിനിറ്റ് നേരം മസാജ് ചെയ്യാം. ക്രീമുണ്ട്. ഇതിനകത്തുള്ളത് സോപ്പാണ്. ഫേഷ്യൽ സോപ്പ്. ഫേഷ്യൽ സോപ്പ്. പച്ചമരുന്ന് നേരത്തുണ്ടാക്കി ആയുർവേദ പാമ്പ് താരൻ പോകാൻ വരുന്നുണ്ട്. കാലിൽ ഉപ്പിറ്റ് പൊട്ടുന്ന ചെറിയുണ്ട്. ചേരുമുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനത്തെ എക്സിബിഷനും കാര്യങ്ങളും മെയിനായിട്ട് എക്സിബിഷനാണ് ഇപ്പം കോഴിക്കോട് നടക്കുന്നുണ്ട്, ബീച്ചിൽ. പിന്നെ മൂവാറ്റുപുഴ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോരമയുടെ എക്സിബിഷനുണ്ട്, വനിതാ എക്സിബിഷനുണ്ട്. അങ്ങനെ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ കടകളിലുണ്ട്, ആയുർവേദ കടകളിൽ ഇതേ പ്രൊഡക്റ്റ്. ഇതിൽ വേറെ പ്രൊഡക്റ്റുകളുള്ള ഹെൽത്ത് പ്രൊഡക്റ്റുകളുണ്ട്, ജ്യൂസ് ഐറ്റംസ് ഒക്കെ. നിങ്ങൾ ഓക്കെ, ഇതെന്തിൻ്റെയാണിത്? ഇൻഡോഡമി എന്ന് പറഞ്ഞ ഓൺലൈൻ ലേണിംഗ് ആപ്ലിക്കേഷനാണ്. ആ, അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് വയനാട്ടിലൊരു സ്റ്റാഫ് ഉണ്ട്, ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥം നമ്മളിവിടെ ചെയ്തൊരു കൂട്ടാണ്. നമ്മൾ അബാക്കസ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. യോഗ, അതുപോലെ തന്നെ +1 +2 ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ് കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥം നമ്മൾ സെക്രട്ടറി കാരണം വയനാട്ടിൽ ഇവിടെ എവിടെയാണ്? വയനാട്ടിൽ ലീ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് നമ്മൾ ലീ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു പ്രചരണാർത്ഥം കൂടിയാണ് നമ്മൾ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് അജി. അജി. അജിൻ അജി.
ഇത് വിത്തുകളുടെ ഏരിയ ആണ്. കുട്ടികളെ പാർക്കാണ്. നിങ്ങൾ ഈ കയറിക്കല്ലേ വേണ്ട. ഇരുമ്പുകൊണ്ട് പലതുകൊണ്ട് ജീവിതത്തിന്റെ അടി ഒരുക്കുകയാണ് ഈ മരണത്തെ മുഖാമുഖം അജു ആ കയ്യിലിരിക്കുന്ന കൊച്ചുമായിട്ട് മേലെ ഇരുന്ന് കാണാനുള്ള അവസരം കേട്ടോ. രണ്ട് കാറും 3 ബൈക്കും വട്ടമിട്ട് അഡ്വഞ്ചർ ഷോ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ അടുത്ത ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സൂത്രം കാണിച്ചുതരാം. പോപ്കോൺ കുറച്ച് വേണ്ട ഒരാൾ. അപ്പോൾ മരണക്കിണർ തുടങ്ങാനായില്ല. തുടങ്ങാത്തതുകൊണ്ടേ ഇവർക്ക് ബോറടിച്ചിട്ടേ പോപ്കോൺ നമ്മുടെ അടുത്ത ഷോയ്ക്കുള്ള ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ അടുത്ത ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഷോ? കിണറിനുള്ളിലൂടെ 2 കാറും 3 ബൈക്കും വട്ടമിട്ട് പാറി പറത്തിക്കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന മരണക്കിണർ അവതരിപ്പിക്കുന്ന ഗാനമേള സംഗീതരാമം. ഇമ്പമാർന്ന സംഗീതത്തിന്റെയും നറുമണം പരത്തുന്ന പൂക്കളുടെയും പുനർജനിക്കുന്ന നഗരിയിലെ വേദിയിൽ വൈകുന്നേരം 6 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 22, 23, 25, 26 തീയതികളിൽ ചെമ്പ്ര പീക്ക് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത സായാഹ്നം മ്യൂസിക്കൽ ഈവൻറ്റ്സ്. മാർച്ച് 24-ന് ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ ഞങ്ങളിനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.